Hello my dears, welcome back to our YouTube channel. പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ കളറും ഒന്നുമില്ലാണ്ട് എങ്ങനെയാണ് ഒരു കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കുകയെന്നും അതേപോലെ ആ കസ്റ്റർഡ് പൗഡർ വെച്ചൊരു ഫ്രൂട്ട് കസ്റ്റർഡുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആദ്യം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഒരു കപ്പ് പഞ്ചസാരയുടെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇതൊന്ന് നന്നായി നമുക്ക് പൊടിച്ചെടുത്തോട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായി പൊടിച്ചിട്ട് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് പാൽപ്പൊടി, 1 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് കോൺഫ്ലവറും ചേർക്കണം. അതേപോലെ ഞാനൊരു നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, ഫ്ലേവേഴ്സും ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരിച്ചെടുക്കുക. നല്ല നൈസായിട്ട് പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ട് അതിലെ കട്ടകളൊക്കെ ഉടച്ചെടുക്കുക. നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കസ്റ്റർഡിൻ്റെ ക്രീം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിക്കാത്ത പാലാണ്, കാരണം നമ്മളിത് വീണ്ടും തിളപ്പിക്കും. അപ്പം 4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കസ്റ്റർഡ് പൗഡർ. ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ 1/4 കപ്പിൻ്റെ അളവ് പാത്രം എടുത്ത കാരണം കൊണ്ട് 2 പ്രാവശ്യം ഇട്ടു. അപ്പോൾ 1/2 കപ്പ് തന്നെ ഇട്ടിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി തിളച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം. നന്നായി തിളച്ച് കുറുകുകയാണ് നമ്മളുടെ ആവശ്യം കേട്ടോ. ഇപ്പോൾ ശരിക്കത്തെ കസ്റ്റർഡ് പൗഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മഞ്ഞ നിറം ഉണ്ടാവും. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ട എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ വേറെ കളറൊന്നും ചേർക്കാഞ്ഞ്. ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളർ എങ്ങനെയായാലും വരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടിയിൽ നമ്മളിൽ കോൺഫ്ലോർ ചേർത്തിട്ടില്ലേ, അത് കാരണം കൊണ്ട് അടിയിൽ ചിലപ്പോൾ പിടിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ആ സൈഡുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണതും നമുക്ക് ആ കയ്യിലുകൊണ്ട് തന്നെ ചേർത്തിട്ട് ഇളക്കി എടുത്തു കൊടുക്കാം. നമ്മുടെ കസ്റ്റർഡിൻ്റെ ക്രീം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന അത്രയും തിക്ക് നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഫ്രിഡ്ജിലിരുന്ന് ഓട്ടോമാറ്റിക്കലി നല്ല തിക്കാവും. ഇപ്പം അത്യാവശ്യം നല്ലോണം തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇതൊരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും തണുപ്പിച്ചെടുക്കണം. ഇതൊരു ഡെസേർട്ട് ഐറ്റം അല്ലേ, തണുത്ത ഡെസേർട്ട് ഐറ്റം അല്ലേ. അപ്പം നല്ല തണുപ്പോട് കൂടി വേണം എടുക്കാനായിട്ട്. നമ്മുടെ കസ്റ്റർഡ് ക്രീം ഇവിടെ അടിപൊളിയായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഏലക്കായപ്പൊടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ ആപ്പിളും പിന്നെ മുന്തിരിയും അതേപോലെ തന്നെ പോമോഗ്രാനേറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ആപ്പിളും ഒരു ചെറിയ മുന്തിരിയുടെ കൊലയും 1/2 കപ്പ് പോമോഗ്രാനേറ്റുമാണ് ചേർക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം പൊടിച്ചത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് ഇവിടെ റെഡിയായി. പ്രിസർവേറ്റീവ്സും ഇല്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സും ഇല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡാണ് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കി എല്ലാവരും ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.